നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഭാവന ഒരു കുടുംബത്തിന്റെ മുഴുവൻ അത്താണി. തന്റേടി, ധൈര്യശാലി, സൂര്യ എന്ന കോടീശ്വരപുത്രന്റെ ഭാര്യ. ഇതാരായിരിക്കും? എങ്ങനെയായിരിക്കും ഇവർക്ക് എന്റെ ഡീറ്റെയിൽസ് കിട്ടിയത്? അമ്മയുടെ പേര് ഗായത്രി, അച്ഛനില്ല. ഏട്ടൻ സേതു, സഹോദരിമാർ ഭാമ, ഭാനു, പിന്നെ ഭരത്. ആ സോറി, രണ്ടുപേരെ വിട്ടുപോയി. മായ, നന്ദന. ഇത്രയും വലിയൊരു കുടുംബത്തെ സ്വന്തം ചിറകിനടിയിൽ കാത്തു സൂക്ഷിച്ച ധീരപുത്രി. ടൗണിലെ പ്രധാന ഹോസ്പിറ്റലിലെ ചീഫ് നഴ്സ്. എന്താ ഭാവന, നിന്റെ ഫാമിലി ഡീറ്റെയിൽസ് ഫുൾ പറഞ്ഞ ഞാൻ ആരാണെന്നല്ലേ നീ ആലോചിക്കുന്നത്? എന്നാ പറയാം. ഡയാന. ഡയാന? ഇങ്ങനൊരു പേരിലുള്ള ആരെയും എനിക്കറിയില്ലല്ലോ. ഇതേ എന്റെ സ്ഥിരം പേരൊന്നുമല്ല കേട്ടോ. ഇവിടുത്തെ പേര് ഡയാന. പിന്നെ ഞാനെന്തിനാ ഇവിടെ വന്നതെന്ന് ഭാവനയ്ക്കറിയണ്ടേ? ചെറിയൊരു കൊട്ടേഷൻ അത് ഏറ്റെടുത്തിട്ടാ ഞാനിവിടെ വന്നത്. ആ ചുറ്റി വളയ്ക്കാതെ കാര്യം പറയാം. ഭാവനയെ കൊല്ലാനാ എനിക്ക് കൊട്ടേഷൻ കിട്ടിയിരിക്കുന്നത്. ഭാവനയ്ക്ക് ഇത്രയും വിലയുണ്ടായിരുന്നല്ലേ? ഇത് നിന്റെ ജീവിതത്തിലെ അവസാന സ്ഥലമാണടി. ഇവിടെ നിന്നും നീ ജീവനോടെ പുറത്തു പോകും. ഏത് നിമിഷവും മരിക്കാൻ നീ ഒരുങ്ങിയിരുന്നു. അതെ, ഇവിടെ നിന്നെ രക്ഷിക്കാൻ ഒരാളും വരില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയെ നിനക്ക് വേണ്ട. നിന്റെ സൂര്യയുടെ കൺമുന്നിൽ തന്നെ നീ ഒടുങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. നീ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും എന്നെ നിയോഗിച്ചത് ആരാണെന്ന്. പക്ഷെ ഞാൻ പറയില്ല. ചെയ്യുന്ന തൊഴിലിനോട് 100% ആത്മാർത്ഥത കാണിക്കുന്ന ഒരു പ്രൊഫഷണൽ കില്ലറാ ഞാൻ. സൂര്യ, എന്തിനാ ഇവിടെ ഒന്ന് നിൽക്കുന്നേ? ടെൻഷനായോ? അതേ മനസ്സ, ടെൻഷനുണ്ട്. ഭാവനയെ പഴയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആകെ പ്രതീക്ഷ ഈ ഒരു ചികിത്സയില്. സൂര്യ ധൈര്യമായിട്ടിരിക്കുക. ഇവിടുത്തെ നിലവിലുള്ള പേഷ്യൻസില് ചിലരെയൊക്കെ ഞാൻ കണ്ട് സംസാരിച്ചു. അതിൽ പലർക്കും അസാധ്യമായ റിസൾട്ടാ കിട്ടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് അർജുനും പൂജയും പറഞ്ഞത്. അവിടുത്തെ അരുണിമാൻഡി രക്ഷപ്പെട്ടതും ഇവിടുത്തെ ചികിത്സ കൊണ്ടാണല്ലോ. പിന്നെ സൂര്യ, ഭാവനയെ ചികിത്സാ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ചികിത്സ എന്നറിയോ? ശിരോധാര എന്ന സ്വാമി പറഞ്ഞത്. ആണോ? എനിക്കറിയാം സൂര്യ. ആയുർവേദ വിധി പ്രകാരം 5000 വർഷത്തെ പഴക്കമുള്ള ചികിത്സയാണ് ശിരോധാര. പ്രധാനമായും തലയ്ക്കുള്ളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുന്നത് ശിരോധാരയിലൂടെയാ. താനിതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഞാൻ ധാരാളം ആയുർവേദ ആചാര്യന്മാരുടെ കുറിപ്പുകൾ വായിച്ചിട്ടുണ്ട്. അതിൽ പലയിടത്തും ഈ ശിരോധാരയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോർമലായ ഒരു വ്യക്തിക്കും ഇതുപോലുള്ള ചികിത്സകളൊക്കെ ചെയ്യാം. അതുകൊണ്ടൊരിക്കലും ദോഷം വരില്ല. ഈ വിദേശികളൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് സുഖചികിത്സ തേടുന്നില്ലേ? അവരിൽ ഭൂരിഭാഗവും ശിരോധാര അടക്കമുള്ള ചികിത്സകൾ ചെയ്യാറുണ്ട്. താനൊരു സംഭവമാണല്ലോ മനസ്സ്. ചുമ്മാതല്ല,
താൻ ഇവിടുത്തെ പേഷ്യൻസിനെയൊക്കെ തേടിപ്പോയതല്ലേ? അറിവുകൾ അജ്ഞാതമാണ് സൂര്യ. നമ്മൾ അതിനെ തേടി ചെന്നാലേ നമുക്ക് അറിവ് നേടിയെടുക്കാൻ പറ്റൂ. അല്ലാതെ ആരും വിളിച്ച് നമുക്ക് പറഞ്ഞു തരില്ല. ഇതൊന്നും അല്ല സൂര്യ പ്രശ്നം. ഏതൊരു വിഷയത്തെക്കുറിച്ചും അറിയാനുള്ള താല്പര്യം ഒരു വ്യക്തിക്ക് ഉണ്ടാവണം. എന്നാലേ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റൂ. ഇതിനൊക്കെ എവിടെയാ മനസ്സ് സമയം? രാവിലെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നാ പിന്നെ എപ്പോഴാ തിരികെ ഇറങ്ങുന്നെന്ന് പറയാൻ പോലും പറ്റില്ല. ഇവിടെയും നമുക്ക് പഠിക്കാൻ അവസരമുണ്ട് സൂര്യ. ആ കമ്പ്യൂട്ടറിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താ പോരെ? അതും ശരിയാ. ഏതായാലും ഭാവനയുടെ ചികിത്സ കഴിയുന്നതോടെ ആയുർവേദത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സൂര്യക്ക് മനസ്സിലാവും. അത് ശരിയാ. ഇപ്പൊ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചില്ലേ? ആണല്ലോ. ഇത്രയുള്ള കാര്യം. എന്തും ശ്രമിച്ചാ പഠിക്കാൻ പറ്റും. താൻ ശരിക്കും ആയുർവേദം പഠിക്കേണ്ടായിരുന്നു. എങ്കിൽ കുടുംബത്തിനകത്ത് ആയുർവേദ ഡോക്ടർ ഉണ്ടായേനെ. അയ്യോ, എനിക്ക് ഈ അതിമോഹമൊന്നും ഇല്ല സൂര്യ. ആരെയും ദ്രോഹിക്കാതെ മാന്യമായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. അത് ഒരു നല്ല കാഴ്ചപ്പാടാ. ഇന്നത്തെ പിള്ളേരൊക്കെ ആഡംബരമാ പ്രധാനമായിട്ട് നോക്കുന്നത്. അതിനുവേണ്ടി അവരെന്തും ത്യജിക്കും. പക്ഷേ ഈ മാനസെ അതിന് കിട്ടില്ല. ജീവിക്കുന്നെങ്കിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ സാമൂഹിക സേവനത്തിനിറങ്ങും. ഒന്നുമില്ലെങ്കിലും മനസ്സിനെങ്കിലും സുഖം കാണുമല്ലോ. തനിക്കെന്തായാലും അതിന്റെ ആവശ്യം വരില്ല. പിന്നെ ഈ മനസ്സ് കളയണ്ട. ഏത് സാഹചര്യത്തിലും സാമൂഹ്യ സേവനം ആവാലോ. അതെ, അതെന്തായാലും എന്നിൽ നിന്നുണ്ടാവും. ഭാവനയുടെ ചികിത്സ ഇപ്പൊ എന്തായിട്ടുണ്ടാവും? കൊണ്ടുപോയതല്ലേ ഉള്ളൂ. സമയമെടുക്കും. അങ്ങോട്ടാർക്കും പ്രവേശനമില്ലല്ലോ. അതെ. പേടിക്കണ്ട, ഇവിടെ വെച്ച് നിന്നെ ഞാനൊന്നും ചെയ്യില്ല. ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്റെ ഒരു രീതിയാ. നിമിത്തം നോക്കണേ, ഞാൻ ആവശ്യപ്പെടാതെയാണ് ഭാവനയ്ക്കൊപ്പം എന്നെയും സ്വാമി ചികിത്സിക്കാൻ പോകുന്നത്.